ഏറ്റു പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, തീർത്ഥാടനത്തിലെ പരിശുദ്ധ അമ്മയുടെ സന്നിധാനത്തിൽ ശാരീരിക സാന്നിധ്യത്തോടെ പ്രാർത്ഥിക്കുന്ന ഞങ്ങളോട് കൂടെ ഓൺലൈനിലെ പ്രാർത്ഥിക്കുന്നവരെയും ഈ ഉടമ്പടി ആരാധനയിലേക്ക് പ്രത്യേകം സമർപ്പിക്കുന്നു. കർത്താവേ, ഇക്കാലത്ത് നിന്റെ പ്രത്യേകമായ സാന്നിധ്യവും വചനത്തിന്റെ പ്രത്യേക വിരുന്നും വിശേഷ ഭക്ഷണവും നൽകി ഞങ്ങളുടെ കാലഘട്ടത്തെ പരിപോഷിപ്പിക്കുന്നതിന് നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, ഈ ആരാധന നിമിഷം മുഴുവനും ആരെല്ലാം ഓൺലൈനില് എപ്പോഴെല്ലാം ആരാധന കൂടുന്നുവോ അവിടെ കണ്ണുനീരും ഇപ്പോൾ ഞങ്ങള് ആരാധനയില് അമ്മയുടെ മാധ്യസ്ഥത്തില് സമർപ്പിച്ചുകൊണ്ട് യേശുനാമത്തിൽ ആരാധിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. മക്കളെ പ്രത്യേകമായിട്ട് ആൾക്കാരിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ആമേൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വീണ്ടും പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുസന്നിധിയിലെ ഉണർവോടെ ആയിരിക്കാൻ അധരങ്ങൾക്ക് അഭിഷേകം നൽകണമേ. പ്രാർത്ഥിക്കുമ്പോഴേ തീ കത്തുകയും സ്വർഗമുണരുകയും ആത്മാഭിഷേകത്താൽ നിറയുകയും ചെയ്യുന്ന സഭയെ അങ്ങ് പടുത്തുയർത്തണമേ. അറിയപ്പെടുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ആമേൻ. ഹല്ലേലൂയ, 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 ആമേൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കാലങ്ങളിലെല്ലാം എനിക്കും എന്റെ പ്രിയപ്പെട്ടവർക്കും ഞാൻ കേട്ട സാക്ഷ്യങ്ങളിലൂടെ അങ്ങയുടെ മഹിമ കുടികൊള്ളുന്ന ഉടമ്പടി പേടകത്തിന്റെ കുടികൊള്ളുന്ന അങ്ങയുടെ സാന്നിധ്യത്തിന്റെ അടയാളങ്ങള് അനുഭവങ്ങളായി വിടുതലായി പുറപ്പാടിന്റെ പുസ്തകത്തിലെ പോലെ തീത്തൂണായി ഏകസ്തംഭമായി ചെങ്കടൽ പിളർത്തി യോർദാൻ പിളർത്തി അനുഭവത്തിന്റെ അനുഗ്രഹത്തിന്റെ വാഗ്ദാന നാട് പ്രവേശിക്കാൻ വേണ്ടി ഞങ്ങളോടൊപ്പം ചരിത്രത്തിലൂടെ യാത്ര ചെയ്യുന്ന ഞങ്ങളുടെ സ്വന്തം ദൈവമേ, നിനക്ക് സ്തോത്രം, നിനക്ക് നന്ദി, നിനക്ക് ആരാധന. സ്തുതിക്കട്ടെ. അതിശക്തമായി ശ്രദ്ധിക്കട്ടെ, അതിശക്തമായി ശ്രദ്ധിക്കട്ടെ.
നമ്മൾ ഏതെങ്കിലും ഒരു കൂട്ടായ്മയിലാണ് ഉടമ്പടി ധ്യാനം നടത്തുന്നത്. പണ്ടങ്ങനെയല്ലായിരുന്നു, അതിന് പ്രത്യേക ദിവസമുണ്ടായിരുന്നു, ചൊവ്വാഴ്ച. ഇപ്പം അങ്ങനെയില്ല. ഇപ്പം ഏതെങ്കിലും ഒരു ദിവസം പറഞ്ഞാൽ ആ ദിവസം 10,000 മനുഷ്യരിവിടെ വന്ന് നിറഞ്ഞ് വണ്ടി അപകടമൊക്കെ ഉണ്ടാക്കി ആകപ്പാട് അപകട മേഖലയിൽ കഴിഞ്ഞ പ്രാവശ്യം അപകടം ഉണ്ടായി. അപ്പം അതുകൊണ്ട് ഏതെങ്കിലും ഒരു ദിവസം കർത്താവ് മനസ്സിൽ തോന്നിക്കുന്ന ദിവസം ഉടമ്പടി ധ്യാനം നടത്തും. നമ്മൾ ഉടമ്പടി ധ്യാനം കൂടേണ്ടത് ശരിക്കും ഓൺലൈനിലാണ്. ഓൺലൈനിൻ്റെ ഉടമ്പടി ധ്യാനത്തിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടിക്ക് എപ്പോഴും ധ്യാനം കൂടിയിരിക്കണം. ധ്യാനം കൂടി അതിൻ്റെ സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കണം. അതാണ് ഉടമ്പടി നിവൃത്തിയാകാനുള്ള ഏറ്റവും എളുപ്പമാർഗം. ഉടമ്പടി നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നിവൃത്തിയാകാനുള്ള ഏറ്റവും എളുപ്പമാർഗം അതാണ്. എന്താണ്? എപ്പോഴും ഈ അപ്ഡേഷൻ കിട്ടിക്കൊണ്ടിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവമായിട്ട് ടച്ച് വിട്ടു പോകരുത്. കാര്യം ടച്ച് വിട്ടു പോയാൽ ഗ്യാപ്പായി കഴിഞ്ഞാൽ പിന്നീട് കണക്ഷൻ മൊത്തം പോകും. കണക്ഷൻ പോയില്ലെങ്കിൽ എന്തിനാണ് ഈ കണക്ഷൻ നിലനിർത്തിക്കൊണ്ടിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പല കാര്യങ്ങളും നമ്മൾക്ക് എപ്പോഴാണ് കിട്ടുക, ദൈവം അതെപ്പോഴാണ് തരിക, എങ്ങനെ ചെയ്താൽ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കും, ഇതേക്കുറിച്ച് നമുക്കൊരു ഐഡിയ ഇല്ല. ഇതെല്ലാം പക്ഷെ ദൈവത്തിന് ഇതിനെക്കുറിച്ചൊക്കെ എല്ലാം വ്യക്തമായ ഐഡിയ ഉണ്ട്, എല്ലാ വിഷയത്തെക്കുറിച്ചും. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം വളരെ രസകരമായ സാക്ഷ്യമാണ്. ആ ചേച്ചിക്ക് അവർ ഉടമ്പടിയിലായതുകൊണ്ട് അവരെന്താ ചെയ്യണത്? സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുക എല്ലാ ദിവസവും. 2 സാക്ഷ്യങ്ങൾ വെച്ചെങ്കിലും അത് ടച്ച് വിട്ടു പോകാതിരിക്കാനാണ്. കർത്താവുമായിട്ട് നമ്മൾ ഓൺലൈനിലാകുകയാണ്. അത് കാരണം സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ഉടമ്പടിയുടെ ഒരുക്കത്തിലാണ്, ഉടമ്പടി എടുക്കാനുള്ള തീരുമാനത്തിലാണ് ഇവർ സാക്ഷ്യം കേൾക്കുന്നത്. സാക്ഷ്യം കേട്ടപ്പോൾ ഒരു സാക്ഷ്യം ഇതാണ്, അവർ കേട്ട സാക്ഷ്യം ഇതാണ്: വഴിയില്ലാത്ത വീട്ടിലേക്ക് കാർ കയറുന്ന വഴി കിട്ടി. അതാണൊരു സാക്ഷ്യം. അപ്പം ആൾക്കാർക്കൊക്കെ ഒരു 10,000 പേര് സാക്ഷ്യം കേൾക്കുമെങ്കിലും ഇപ്പം നമുക്ക് വഴിയുണ്ടല്ലോ, നമ്മുടെ വീട്ടിൽ കാറ് കയറുമല്ലോ, ഇത് നമ്മുടെ കാര്യമൊന്നുമല്ലല്ലോ, ഇത് നിങ്ങൾ തള്ളിക്കളയാം. പക്ഷേ അതിൻ്റെ ആവശ്യമുള്ള ആൾക്കാരുണ്ടാവും. നിങ്ങൾക്കുള്ള സാക്ഷ്യം വേറെ ആയിരിക്കും. അതുകൊണ്ടാണ് സാക്ഷ്യം 1 by 1 ആയിട്ട് കൂടിക്കൊണ്ടേ ഇരിക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം. ആ ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം വഴി ഒരു പ്രശ്നമാണ്. പക്ഷേ വഴി അവരെഴുതി തള്ളിക്കളഞ്ഞ ഒരു പ്രശ്നമാണ്. കാര്യം ഒരിക്കലും നടക്കാത്തൊരു കാര്യമാണ്. ഒരിക്കലും നടക്കാത്ത കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ വീട്, അവരുടെ പേര് റീന ഫ്രാൻസിസ് ആണ്, തവം, കണ്ണൂർ. അവരുടെ വീട് വയലിൻ്റെ നടുക്കാണ്. അപ്പോൾ വയലിൻ്റെ നടുക്ക് വീടൊക്കെ വന്നാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ആ ടോപ്പോഗ്രഫി മനസ്സിലാകത്തില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ ചിലരൊക്കെ ഹൈ റേഞ്ചിലുള്ളവരാണെങ്കിൽ അവിടെ താഴ്വാരങ്ങളിലൊക്കെയാണ് വയലുള്ളത്. അവിടെ നമുക്ക് നടക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് വരമ്പൻ റോഡും ഒക്കെ വേറെ ഉണ്ട്, നമ്മളതിൽ നടക്കും, നമുക്ക് വയൽ പ്രശ്നമല്ല. പക്ഷേ ഈ തീരദേശ റൂട്ടുകളിലെല്ലാം, കൊല്ലമല്ല, ആലപ്പുഴ, കൊച്ചി, വടക്കംപറവൂർ, അങ്ങനെ വന്ന് കണ്ണൂർ വരെ തീരദേശ റൂട്ടിലെല്ലാം വയലുണ്ട്. ഈ വയലിലെല്ലാം ആൾക്കാർ താമസിക്കുന്നുണ്ട്. നമ്മളെ റോഡ് എന്ന് ഈ ചേച്ചിയുടെ വീട് വയലിൻ്റെ നടുക്കാണ്. ദാറ്റ് മീൻസ് ഒരടിയൊന്നുമല്ല, അടിക്കണക്കിനല്ല അവർ പറഞ്ഞു, 200 മീറ്റർ. ദാറ്റ് മീൻസ് ഒരു 600 അടിയോളം വഴി നടക്കണം. വീടിൻ്റെ വാതിക്ക് റോഡിൽ നിന്ന് 600 അടി അല്ലെങ്കിൽ 200 മീറ്ററോളം
നടക്കണം. വയലിലൂടെ നടക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും അത് ചെളിയായിരിക്കും. നമ്മൾ പൂഴിയാണെന്ന് മണ്ണെന്ന് അതൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാകത്തില്ല. കാര്യം ഈ മണ്ണെന്ന് ആലപ്പുഴ പറയുന്ന സംഭവത്തിന് കോട്ടയത്തൊക്കെ പറഞ്ഞത് പൂഴിയെന്നാണ്. ഈ ചെളിയെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും. ചെളി എന്ന് പറഞ്ഞാൽ ചെളി പുതഞ്ഞ ചെളിയാണ്, പാടത്തെ ചെളിയാണ്. ഇപ്പം ചെളിയിൽ ചവിട്ടിയാണ് ഇവർ നടക്കണത്. ഇപ്പം വീട്ടമ്മച്ചി പറയണത് അവർക്ക് ഞാൻ അധികം പുറത്ത് പോകാറില്ല, പക്ഷെ എൻ്റെ മക്കളും ഭർത്താവുമാണ് എപ്പോഴും പുറത്ത് പോണത്. അവരെ സംബന്ധിച്ചിടത്തോളം ഇത് വല്ലാത്ത ഒരു ദുരിതമാണ്. നേരെ വെളുത്താൽ എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ഉടനെ അവരുടെ മുഖമൊക്കെ ഇപ്പം തന്നെ മാറും. കാര്യം എന്താണ്? ഈ ചെളി ചവിട്ടി പോകണ്ടേ, തിരിച്ച് ചെളി ചവിട്ടി വരണം. 1 മീറ്ററും 10 മീറ്ററൊന്നും അല്ലല്ലേ, 100-200 മീറ്റർ നടക്കണ്ടേ. അപ്പോൾ ഈ സാക്ഷ്യം കേട്ടോടുകൂടി അവർ അമ്മയോട് പറഞ്ഞ, അമ്മേ ഞാൻ ഉടമ്പടി ചെയ്യുമ്പോൾ ഞങ്ങൾക്കും വഴിയില്ല. വഴിയുടെ കാര്യം ഇവർ ഉടമ്പടിയിൽ വെച്ചു. എന്നുവെച്ചാൽ വഴിയുടെ കാര്യം ഉടമ്പടി വെക്കാൻ വേണ്ടിയാണ് ദൈവം ആ സാക്ഷ്യം ആ സമയത്ത് അവരെ കേൾപ്പിക്കണത്. അതാണ് ഇതിൻ്റെ അകത്തുള്ള ഒരു മെക്കാനിസം എന്ന് പറയണത്. നിങ്ങളെ ഇൻസ്പയർ ചെയ്യാൻ വേണ്ടി ദൈവം നിങ്ങളെ ഗൈഡ് ചെയ്യും. വല്ലാത്ത ഗൈഡൻസാണ്. നമുക്ക് കരഞ്ഞു പോകും ഒരു ജന്മം മുഴുവനും. അത് ദൈവത്തിന് എങ്ങാനും നിങ്ങളൊന്ന് അറിഞ്ഞാൽ പിന്നെ ദൈവത്തിൻ്റെ പശ പോലെ ഒട്ടിപ്പോകും നമ്മൾ. പിന്നെ മാറത്തില്ല, മനുഷ്യൻ മാറത്തില്ല. അത്രക്ക് സുന്ദരമാണ്. അപ്പോൾ ഇവരിത് ഇവർക്കിപ്പോൾ ഇവരുടെ ആ ഗൈഡൻസ് നോക്കിയാൽ നിങ്ങൾ, ഇവർക്ക് വഴി കൊടുക്കാൻ ദൈവം തീരുമാനിക്കുന്നു. അപ്പോൾ അവരെന്താ ചെയ്തിരിക്കണത്? അത് ഉടമ്പടിയിലേക്ക് വെക്കാൻ വേണ്ടി ഇവർക്കൊരു ഗൈഡ് ലൈൻസ് കൊടുക്കുകയാണ്. അതിനെന്താ ദൈവം ചെയ്തത്? ഒരു സാക്ഷ്യം കേൾപ്പിക്കുന്നു. നടക്കാത്ത ഒരു കാര്യം, 200 മീറ്റർ വഴി നാട്ടുകാരുടെ പുരയിടമാണ്, വലിയ ജന്മികളുടെയും മറ്റുള്ളവരുടെയൊക്കെ പുരയിടമാണ്. അവിടെ 200 മീറ്ററൊക്കെ നമുക്ക് കിട്ടുമോ? ഒരിക്കലുമില്ല. പക്ഷേ ഈ അമ്മ പറഞ്ഞതല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് എപ്പോഴും നമ്മൾ വിചാരിക്കേണ്ട ഇതാണ്, ഇതിൻ്റെ ടോട്ടൽ ഓണർഷിപ്പ് ആർക്കാനുള്ളത്? റീഡ് ദ വേർഡ് ഓഫ് ഗോഡ്. അതായത് ടോട്ടൽ ഓണർഷിപ്പ് ആകാശവും ഭൂമിയും നിൻ്റേതാകുന്നു. ശ്രുതികട്ടെ ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ 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 യേശുവേ സ്തുതി, ഹല്ലേലൂയ 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 ആരാധന ആരാധന യേശുവേ ആരാധന 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 യേശുവേ ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വായിച്ചോളൂ. 89-ാം സങ്കീർത്തനം 11-ാം തിരുവചനം. സങ്കീർത്തനം 89:11 വായിച്ചോളൂ. ആകാശം അങ്ങയുടേതാണ്. പ്രാർത്ഥിച്ചേ. ആകാശം അങ്ങയുടേതാണ്, അങ്ങയുടേതാണ്. ഭൂമിയും അങ്ങയുടേത് തന്നെ, ഭൂമിയും അങ്ങയുടേത് തന്നെ. ലോകവും അതിലുള്ള സകലതും, ലോകവും അതിലുള്ള സകലതും അങ്ങാണ് സ്ഥാപിച്ചത്. അപ്പം മാസ്റ്റർ കൺട്രോള് ആരുടെ കയ്യിലായിരിക്കും? ദൈവത്തിൻ്റെ കയ്യിലായിരിക്കും. വിശ്വാസിയുടെ ആസ്തി അതാണ്. നീ വിശ്വസിക്കണം, ദൈവത്തിൻ്റെ കയ്യിലാണ് നിന്റെ ജീവിതത്തിൻ്റെ ഭാഗതയും ഇരിക്കണത്. കൈ ഇടിച്ച് കിടത്താനും ശ്രുതികളെ ശക്തികളും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ വിശ്വാസി, നീ എന്തിനാണ് കർത്താവിൻ്റെ വചനം വായിക്കുന്നത്? ഒറ്റ കാരണമേ ഉള്ളൂ. നമുക്ക് ആരൊക്കെ എല്ലാം ഉണ്ട്, നമുക്ക് എന്തൊക്കെയുണ്ട്, നമ്മുടെ ആസ്തി ഭദ്രത എന്താണ് എന്നറിയാൻ വേണ്ടിയാണ് നമ്മൾ വചനം വായിക്കുന്നത്. മനസ്സിലായില്ലേ?
നമുക്കാരൊക്കെ ഉണ്ട്? നമ്മുടെ വിശ്വാസത്തിൻ്റെ ആസ്പദങ്ങൾ എന്താണ്? ആകാശവും ഭൂമിയെയും സൃഷ്ടിച്ച കർത്താവിലാണ് എൻ്റെ ആസ്പദം, ആശ്രയം. അപ്പോൾ മറ്റുള്ളവരുടെ പുരയിടമാണെന്ന് പറഞ്ഞാലും ബേസിക്കായിട്ട് എൻ്റെ അപ്പൻ്റെ ആണെന്നുള്ളതാണ് ബോധം നമുക്ക് വിശ്വാസിക്കുണ്ടാകണം. വിശ്വാസമാണ് ഏൺ ചെയ്യണത്, മനസ്സിലായില്ലേ? നമ്മൾ ഏൺ ചെയ്യണത് അത് മറ്റുള്ളവരുടെയും പുരയിടമല്ലേ എന്ന് നമുക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് നീ കെട്ടിയെടുത്ത് വിശ്വാസിയാകേണ്ട കാര്യമില്ല. നീ വിശ്വാസിയാണെങ്കിൽ നിൻ്റെ എല്ലാ വിഷയവും, അതിൻ്റെ 2ാമത്തെ വചനം വായിച്ചേ, ആകാശവും ഭൂമിയും ലോകവും അതിൻ്റെ സമസ്തവും ആരുടെ കയ്യിലാണ്? ദൈവത്തിൻ്റെ കയ്യിലാണ്. അത് മാസ്റ്റർ കൺട്രോള്. അപ്പം അത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളവും ഈ അനന്തമായ സാധ്യതയാണ് നമ്മുടെ മുന്നിൽ വിശ്വാസം തുറന്നു തരുന്നത്. വിശ്വാസം തുറന്നു തരണത് അതെന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ഗലാത്യരുടെ ലേഖനം ഇന്ന് വായിച്ച സുവിശേഷമാണ്. എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിയമങ്ങൾ അനുസരിക്കുന്നതിലൂടെയാണ് രക്ഷയെന്നാണ് യഹൂദൻ്റെ ആദ്യ പ്രാഥമിക വെളിപാടുകൾ. സെൻറ്റ് പോളിൻ്റെ കാലം വന്നപ്പോൾ സെൻറ്റ് പോൾ അതിനെ ആ നിയമങ്ങൾ അനുസരിക്കാൻ പറ്റാത്ത ആൾക്കാരെ, അതുപോലെ ഞാൻ ആദ്യമായിട്ട് ഇവിടെ നിന്ന് കിട്ടിയ പേപ്പർ കൊടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര മടിയായിരുന്നു ആദ്യം കൊടുക്കാനൊക്കെ. ഞാൻ ജസ്റ്റ് ഇങ്ങനെ കൊടുത്തിട്ട് പോരും, ഒന്നും പറയുമൊന്നുമില്ലായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായി അങ്ങനെ കൊടുത്തിട്ട് കാര്യമില്ല, നമ്മൾ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ തൊട്ട് പേപ്പറിൻ്റെ അടിയിലായിട്ട് ഞാൻ ഓരോ വചനം വെച്ച് എഴുതുമായിരുന്നു. ഓരോ വചനം എഴുതിയിട്ട് ഞാൻ പേപ്പർ കൊടുക്കും. അപ്പോൾ അങ്ങനെ പേപ്പർ കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ പേപ്പറും കൊണ്ട് പുറത്തോട്ട് ഇറങ്ങുന്ന മാത്രമേ എനിക്ക് ഓർമ്മ ഉണ്ടാവുള്ളൂ. ആരെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വന്ന് പേപ്പർ വാങ്ങിക്കൊണ്ട് പോവും. പെട്ടെന്ന് തന്നെ പേപ്പർ എൻ്റെ കയ്യിൽ നിന്ന് തീരുമായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് അതിന് ശേഷം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി കൂടുതലായിട്ട് നന്നായിട്ട് പ്രാർത്ഥിച്ച് വേറൊരു എക്സാം ഡേറ്റ് എടുത്ത് എഴുതി. അതും ഞാൻ ഇതേപോലെ തന്നെ ഉപ്പും തേനും കാശ് രൂപമൊക്കെ വെച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ എക്സാം എഴുതിയത്. ആ എക്സാമിൽ എനിക്ക് പാസ്സാവാൻ സാധിച്ചു. എക്സാം പാസ്സായി ഒരു മാസത്തിനുള്ളിൽ തന്നെ എൻ്റെ പ്രോസസ്സിങ് വേഗം നടന്നു. എനിക്ക് വിസയ്ക്ക് ഡേറ്റ് കിട്ടി. കഴിഞ്ഞ മാസമാണ് എനിക്ക് വിസയ്ക്ക് ഡേറ്റ് കിട്ടിയത്. മെയ് 14 ഞാൻ വിസയ്ക്ക് വെച്ചു. വെറും 9 ദിവസം കൊണ്ട് എനിക്ക് വിസ കിട്ടി. എൻ്റെ അമ്മ മെയ് 24 എന്നുള്ളൊരു, എൻ്റെ അമ്മ ഉടമ്പടി എടുത്തിട്ടില്ല. ഞാനൊരു ഡേറ്റ് വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അമ്മ മെയ് 24 എന്നൊരു ഡേറ്റ് വെച്ച് അന്ന് വിസ വരണം എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. കറക്റ്റ് മെയ് 24 തന്നെ എനിക്ക് വിസ കിട്ടി. അത് കഴിഞ്ഞിട്ട് ടിക്കറ്റ് എടുക്കുന്നായിരുന്നു. ടിക്കറ്റിൻ്റെ റേറ്റ് ഞാൻ എടുക്കുന്നതിന് തൊട്ട് മുന്നേ വരെ എനിക്ക് ടിക്കറ്റിൻ്റെ റേറ്റ് വളരെ കുറവായിരുന്നു. ഒരു 30-45 ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഞാൻ എടുക്കാറായപ്പോഴേക്കും ടിക്കറ്റിൻ്റെ റേറ്റ് 55,000 ഒക്കെ ആയായിരുന്നു. അപ്പോൾ വീട്ടിൽ ഫിനാൻഷ്യലി ഭയങ്കര ബാക്കൗട്ട് ആയതുകൊണ്ട് ലോണ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് ഇപ്പോൾ ഞാൻ പോകാൻ നിൽക്കുന്നത്. അപ്പോൾ ഇത്രയും എമൗണ്ട് വെച്ചിട്ട് ടിക്കറ്റ് എടുത്ത് പോകാനുള്ളൊരു ഇതില്ലായിരുന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ചു. അങ്ങനെ ഏജൻസിയുടെ ഒരു ഇതുവഴി തന്നെ എനിക്ക് ടിക്കറ്റ് ഫ്രീ ആയിട്ട് കിട്ടി. ടിക്കറ്റിന് വേണ്ടിയിട്ട് ഒരു പൈസ പോലും ചിലവാക്കേണ്ട വന്നില്ല. അങ്ങനെ എനിക്ക് ജൂൺ 15 ജർമ്മനിയിലേക്ക് പോകാനുള്ള ടിക്കറ്റ് റെഡിയായി. അങ്ങനെ ഞാൻ ജൂൺ 15 ജർമ്മനിയിലേക്ക് പോവുകയാണ്. അതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം. രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇവിടെ വന്ന ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ജർമ്മൻ ലാംഗ്വേജിൻ്റെ എക്സാമിന് ഡേറ്റ് എടുത്ത് കൊടുക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ തന്നെയാണ് ആദ്യം ഡേറ്റ് എടുത്ത് കൊടുത്തുകൊണ്ടിരുന്നത്. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു ഏജൻറ്റിൻ്റെ, ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു ഏജൻറ്റിൻ്റെ കയ്യിൽ എക്സാം എടുക്കാൻ വേണ്ടി വേറെ പിള്ളേർക്ക് വേണ്ടി എക്സാം ഡേറ്റ് എടുക്കാനായിട്ട് കൊടുത്തിരുന്നു. അപ്പോൾ ഞങ്ങളാണ് എമൗണ്ട് വാങ്ങിയിട്ട് ഈ ഏജൻറ്റിന് കൊടുത്തിരുന്നത്. അങ്ങനെ ഈ ഏജൻറ്റ് എക്സാമിൻ്റെ ഡേറ്റ് ആവാറായപ്പോഴേക്കും കുട്ടികൾക്ക് മെയിലും വരുന്നില്ല, എക്സാം ഡേറ്റും കിട്ടിയില്ല. അങ്ങനെ ചോദിച്ചപ്പോൾ പുള്ളി പൈസയും കൊണ്ട് മുങ്ങിയെന്നറിഞ്ഞു. അങ്ങനെ ഞാനും എൻ്റെ ഫ്രണ്ട് ഭയങ്കര വിഷമത്തിലായി. കാരണം ഈ പൈസ നമ്മളുടെ കയ്യിൽ ഇത്രയും പേർക്ക് കൊടുക്കാനായിട്ടൊരു വഴിയില്ല, ഇത്രയും നമ്മളോടാണ് എല്ലാവരും ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ മുട്ടിപ്പായിട്ട് മാതാവിനോട് ഈശോയോടും പ്രാർത്ഥിച്ചു. എൻ്റെ അമ്മ ഇവിടെ നേർന്നു, ഇങ്ങനെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാം, ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം എന്നുള്ള രീതിയിൽ പ്രാർത്ഥിച്ച് നേർന്നതിൻ്റെ ഭാഗമായിട്ട്
ഇവിടുത്തെ ജപമാല റാലിക്ക് മുമ്പായിട്ട് റീഫണ്ട് കിട്ടുവാണെങ്കിൽ അമ്മ ജപമാല റാലി പങ്കെടുക്കാമെന്ന് നേർന്നിരുന്നു. അമ്മയ്ക്ക് വയ്യാത്തതാണ്, അമ്മയുടെ 2 കാലും സ്റ്റീൽ ഇട്ടാക്കുന്നതാണ്. അപ്പോൾ അമ്മയ്ക്ക് ഒത്തിരി നടക്കാനൊന്നും പറ്റില്ല, എങ്കിലും അമ്മ അങ്ങനെ നേർന്നു. ജപമാല റാലിക്ക് ഒരു 2 ആഴ്ച മുന്നേ അവർ ഒരു ഫസ്റ്റ് പേയ്മെൻ്റ് എന്ന രീതിയിൽ 10% അവർ റീഫണ്ട് തന്ന് ഒത്തിരി പ്രശ്നങ്ങൾ അതുവഴി പോയി കിട്ടി. പിന്നെ എനിക്ക് ഒരു കൊച്ച് ഇതേപോലെ എക്സാമിൻ്റെ റീഫണ്ട് കിട്ടാത്തതിൻ്റെ പേരിൽ അവർ കംപ്ലൈൻറ്റ് കൊടുത്തിരുന്നു പോലീസ് സ്റ്റേഷനിൽ. അപ്പോൾ എനിക്കത് എനിക്ക് ജർമ്മനിക്ക് പോകാനായിട്ട് ഒരു തടസ്സമായിട്ട് നിൽക്കുമായിരുന്നു. അതും മാതാവ് കഴിഞ്ഞ മാസം ഒരു കുഴപ്പമില്ലാതെ അവർ തന്നെ റീഫണ്ട് കൊടുത്തു എന്ന രീതിയിൽ പറഞ്ഞ് കേസൊന്നുമില്ലാതെ എല്ലാം ഒത്തുതീർപ്പാക്കി. അങ്ങനെ എനിക്ക് ജൂൺ 15-ാം തീയതി പോകാനായിട്ട് എല്ലാ അനുഗ്രഹവും തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ സ്തുതി. എൻ്റെ പേര് മിനിമോൾ, ഞാൻ കോട്ടയത്ത് നിന്ന് വരുന്നു. ഞങ്ങൾ 2022 ആദ്യമായിട്ട് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് വരികയാണ്. അപ്പോൾ ഈ സമയത്ത് 2023 ജൂൺ മാസം ആദ്യം എനിക്കൊരു ചെറിയ പനിയും ശ്വാസം മുട്ടലും ഉണ്ടാകുന്നു. അപ്പോൾ തന്നെ അടുത്ത ഹോസ്പിറ്റലിൽ പോയി മരുന്ന് മേടിച്ചു, അത് കുറയുന്നില്ല. പെട്ടെന്ന് അടുത്ത ദിവസം തന്നെ അത് കൂടുതൽ വഷളാകുകയും ഞാൻ വളരെ സിക്കാകുകയും ചെയ്തു. അങ്ങനെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ജൂൺ 2023 ജൂൺ 10-ാം തീയതി എന്നെ വീണ്ടും മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റാക്കുകയാണ്. മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായതിനു ശേഷം എനിക്ക് പല ടെസ്റ്റുകൾ ഓരോ ദിവസവും ഓരോരോ ടെസ്റ്റുകൾ ഓരോ ഡോക്ടേഴ്സും വന്ന് നോക്കുമ്പോൾ അവരെല്ലാം പറഞ്ഞു തരുന്ന വ്യത്യസ്തമായ ടെസ്റ്റുകളാണ് എനിക്ക് ചെയ്യുന്നത്. പക്ഷേ എത്ര ടെസ്റ്റ് ചെയ്തിട്ടും എന്ത് ചെയ്തിട്ടും എനിക്ക് എൻ്റെ രോഗം കുറയുന്നില്ല. എനിക്ക് ശ്വാസം കിട്ടണമെങ്കിൽ ഓക്സിജൻ തന്നെ വേണം. ഓക്സിജൻ ഇല്ലാതെ ഒരു നിമിഷം പോലും എനിക്ക് ശ്വാസം കിട്ടുന്നില്ല. ഓക്സിജൻ ട്യൂബ് മാറ്റിക്കഴിയുമ്പോഴത്തേക്കും എനിക്ക് ജീവൻ പോകുന്ന ഒരവസ്ഥയാണ്. അങ്ങനെ ആദ്യത്തെ സ്കാനിങ് ചെയ്തു. ജൂൺ 20-ാം തീയതി ആദ്യത്തെ സ്കാൻ ചെയ്ത് അതിൻ്റെ റിപ്പോർട്ട് കണ്ടപ്പോൾ ചെസ്റ്റിനുള്ളിൽ വെറും ഒരു പുക പോലെ കിടക്കുന്നു. എന്താണെന്നൊന്നും അറിയത്തില്ല. അത് ലങ്സിൻ്റേതാണോ ഹാർട്ടിൻ്റേതാണോ എന്ത് കംപ്ലയിൻറ്റ്സ് ഒന്നും പറയാറായിട്ടില്ല. അപ്പോഴും ഇതേ ലെവൽ തന്നെ തുടരുന്നു. ഉടനെ അവർ കാർഡിയോളജിയിലേക്ക് റെഫർ ചെയ്തു. കാർഡിയോളജി ICUയിലും പോയി അവിടെ കിടത്തി ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടും എനിക്ക് കുറയുന്നില്ല. വീണ്ടും തിരിച്ച് അവർ വാർഡിലേക്ക് കൊണ്ടുവന്നു. അവിടെ നിന്ന് വീണ്ടും അവർ റെസ്പിറേറ്ററി മെഡിസിനിലേക്ക് വിട്ടു. റെസ്പിറേറ്ററി മെഡിസിനിൽ പോയി അവരവിടെ ചെയ്തു. ആസ്പിറേറ്റ് ചെയ്ത് ഫ്ലൂയിഡ് നോക്കാമെന്ന് നോക്കി, ഇല്ല, ലങ്സ് ക്ലിയർ ആണ്, അവിടെ ഒന്നുമില്ല. വീണ്ടും തിരിച്ച് അതേ വാർഡിൽ അതേ ബെഡിൽ തന്നെ കൊണ്ടുവന്ന് കിടത്തി. എവിടെ നോക്കിയിട്ടും ഒരു ടെസ്റ്റും ഒന്നും എന്താണെന്ന് കണ്ടുപിടിക്കാനേ പറ്റുന്നില്ല. വീണ്ടും 26-ാം തീയതി അവർ സ്കാൻ റിപ്പീറ്റ് ചെയ്യുകയാണ്. സ്കാൻ റിപ്പീറ്റ് ചെയ്തപ്പോൾ അപ്പോൾ നോക്കുമ്പോഴത്തേനും ലങ്സ് ചെസ്റ്റ് ക്ലിയറായിട്ട് കിട്ടുന്നുണ്ട്. നോക്കിയപ്പോൾ ഹാർട്ടും ലങ്സിൻ്റെ സൈഡിലുള്ള വാൽവുകളും എല്ലാം ബ്ലഡ് വന്ന് ക്ലോട്ടായിരിക്കുകയാണ്. ഇതെന്ത് സംഭവിച്ചു, എങ്ങനെയാണ്? അത് കൊറോണ മൂലം സംഭവിച്ചതാണോ, അതോ ഹാർട്ട് അറ്റാക്കാണോ, അതോ ക്യാൻസറാണോ? എന്തായാലും ഇതിനുള്ള മുഴുവൻ പരിശോധനകളും നോക്കി ഒന്നും എന്താണെന്ന് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. റിസൾട്ട് കിട്ടി. ഇതാണെന്ന് മനസ്സിലായതിന് ശേഷം 30-ാം തീയതി രാവിലെ ഡോക്ടേഴ്സ്, അതായത് പൾമണോളജി, കാർഡിയോളജി, റെസ്പിറേറ്ററി, ജനറൽ മെഡിസിൻ, ഇത്രയും ഡിപ്പാർട്ട്മെൻറ്റിലെ ഡോക്ടേഴ്സ് കൂടി ചേർന്നിട്ട് അവർ തീരുമാനിക്കുകയാണ്, ഇനി ഈ പേഷ്യൻറ്റിനെ നമ്മളിവിടെ അഡ്മിറ്റ് ചെയ്തിട്ട് കാര്യമില്ല, നമുക്ക് ഡിസ്ചാർജ് ചെയ്തേക്കാം, വേറെ ഒന്നും നമുക്കിനി ഇവിടെ പ്രത്യേകിച്ച് ചെയ്യാനില്ല. അങ്ങനെ ജൂൺ 30-ാം തീയതി എന്നെ ഡിസ്ചാർജ് ചെയ്തു. രാത്രി ഒരു 7 മണിയോടുകൂടി എന്നെ ഹസ്ബൻഡ് വീട്ടിൽ കൊണ്ടുവന്ന് അദ്ദേഹം തന്നെ വെള്ളം ചൂടാക്കി എൻ്റെ ദേഹമെല്ലാം തുടച്ചതിന് ശേഷം എന്നോട് പറഞ്ഞു, കുറച്ച് നേരമെങ്കിലും നിനക്ക് എഴുന്നേറ്റിരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എഴുന്നേറ്റ് നിൽക്കാൻ ഞാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ എഴുന്നേറ്റിരുത്തി കഞ്ഞിവെള്ളത്തിനകത്ത് ഇവിടുന്ന് കിട്ടിയ ഉപ്പും പിന്നെ ഇവിടുന്ന് കിട്ടിയ തൈലവും എൻ്റെ നെഞ്ചിലും പുറത്തും എൻ്റെ മൂക്കിനുള്ളിൽ കൂടെ ഇത് അല്പം പുരട്ടി തരികയും ചെയ്തു. ഞാൻ പയ്യെ ക്രമേണ എനിക്ക് ശ്വാസം കിട്ടാൻ തുടങ്ങുകയും അത്ഭുതം എനിക്ക് അവിടം തൊട്ടേ തുടങ്ങുകയാണ്.
മാതാവിൻ്റെ ശക്തമായ ഇടപെടലുകൾ ഞങ്ങൾക്ക് അവിടെ തൊട്ട് മനസ്സിലാകുകയാണ്. ഞങ്ങൾ അവിടുന്ന് അന്നത്തെ ദിവസം രാത്രി, അപ്പോൾ 6 വീട്ടിൽ മൈക്ക് റെസ്റ്റ് ഇല്ല, 6 പില്ലോ ഉയർത്തി വെച്ചാണ് എന്നെ ഒന്ന് പൊക്കി താങ്ങിയിരുത്തുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ പോരുന്നതിന് മുമ്പായി അവിടെ എന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്തതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു ഡോക്ടർ, അതായത് ആ കുട്ടി MBBS പഠിത്തം വെല്ലൂർ CMCയിൽ MBBS കഴിഞ്ഞ് ഇവിടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ വന്ന് ആദ്യമായിട്ടത് ഡ്യൂട്ടി ചെയ്യുകയാണ്. അപ്പോൾ അതിന് കിട്ടിയ ഒരു കേസായിരുന്നു എൻ്റേത്. അപ്പോൾ ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് പോരാനിറങ്ങിയപ്പോൾ എൻ്റെ ഹസ്ബൻഡ് കരച്ചിൽ കണ്ടപ്പോൾ അവർ വിളിച്ച് മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു, അങ്കിൾ ഞാനൊരു കാര്യം പറയാം, അങ്കിളിന് വിശ്വാസമുണ്ടെങ്കിൽ അത് ചെയ്യുക. നിങ്ങൾ ദൈവത്തിൽ അധികം വിശ്വസിക്കുന്നുണ്ട്, കാരണം കൃപാസനത്തിലെ പത്രവും മാതാവിൻ്റെ ഫോട്ടോയും എല്ലാം നിങ്ങൾ വെച്ചിരിക്കുന്നതും എല്ലാം ഞാൻ കണ്ടു. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയോ മറ്റൊന്നും എനിക്കറിയത്തില്ല, നിങ്ങൾ പറ്റുമെങ്കിൽ